കട്ടക്കിലെ കാണികളുടെ ആർപ്പുവിളി ചെവി പൊട്ടിക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു ഇന്ത്യൻ വിജയത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, ഒരു നായകന്റെ ഉഗ്രൻ തിരിച്ചുവരവിനു വേണ്ടിയായിരുന്നു അത്. ഇന്ത്യയുടെ ഡൈനാമിക് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ഒരു മാസ്റ്റർ ക്ലാസ് പ്രകടനമായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യ വെറുതെ ജയിച്ചതല്ല കേട്ടോ. കളി പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കി 101 റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കി. പക്ഷേ പ്രധാന വാർത്ത സ്കോർബോർഡ് മാത്രമായിരുന്നില്ല. ദക്ഷിണാഫ്രിക്ക അവരുടെ T20 ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറായ വെറും 74 റൺസിന് പുറത്തായ ആ ഒരു കളിയിൽ ആരാധകരെയും ക്രിക്കറ്റ് വിദഗ്ധരെയും ഒരുപോലെ ആകർഷിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ തകർപ്പൻ പ്രകടനമായിരുന്നു. ഹാർദിക് വെറും കളിക്കാരനായിരുന്നില്ല, ബാറ്റുകൊണ്ടും ബോൾ കൊണ്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തെ അനുകൂലമാക്കി കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വെറുമൊരു മടങ്ങിവരവ് മാത്രമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു. എങ്ങനെയാണ് ഒരാൾ മാത്രം കളിയുടെ മൊത്തം ചിത്രം ഇത്ര കൃത്യമായി മാറ്റിയെടുത്തത്? ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങൾക്ക് ഇത് എന്ത് കരുത്താണ് പകരുന്നത്? കളമൊരുങ്ങി, പക്ഷേ ഇന്ത്യൻ ടീം ഒട്ടും നല്ല നിലയിലായിരുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് തുടക്കം തന്നെ പാളി. 15ാം ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എന്ന നിലയിലായിരുന്നു അവർ. മത്സരത്തിന്റെ താളം തെറ്റി, ഒരു മികച്ച സ്കോറിലേക്ക് എത്തുമോ എന്നുപോലും സംശയമായിരുന്നൊരു ഘട്ടം. ഈ നിർണായക ഘട്ടത്തിലാണ് കളിയുടെ ഗതി മാറ്റാൻ മിടുക്കനായ ഹാർദിക് പാണ്ഡ്യ ക്രീസിലെത്തുന്നത്. പിന്നീട് കണ്ടത് തീപ്പൊരി ബാറ്റിംഗായിരുന്നു. പാണ്ഡ്യ വെറുതെ റൺസ് വാരിക്കൂട്ടുകയായിരുന്നില്ല, എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു. 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 6 ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും പറത്തി ഹാർദിക് ഇന്നിംഗ്സിന്റെ ചിത്രം മാറ്റിവരച്ചു. പ്രധാനപ്പെട്ടൊരു ഓവറിൽ നോർട്ടജിയുടെ പന്തിൽ തകർപ്പൻ ഫോർ നേടിയതിനു പിന്നാലെ 5 വൈഡുകൾ കൂടി വന്നത് ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസം നൽകി, കളി ഇന്ത്യക്ക് അനുകൂലമാക്കി. അപ്പോഴേക്കും 9 പന്തിൽ നിന്ന് 20 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. കമന്റേറ്റർമാർ പറഞ്ഞതുപോലെ റൺനിരക്ക് ഇനിയും ഉയർത്തിക്കൊണ്ട് അവസാന ഓവറിലും 12 റൺസ് വാരിക്കൂട്ടി പാണ്ഡ്യ ഇന്ത്യയെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 175 എന്ന മികച്ച സ്കോറിലെത്തിച്ചു. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ അവസാന ഓവറുകളിൽ ടീമിന് വേഗത കൂട്ടാനുള്ള പാണ്ഡ്യയുടെ കഴിവ് തെളിയിക്കുന്ന ഒരു തകർപ്പൻ ഇന്നിംഗ്സായിരുന്നു അത്. 176 റൺസ് പിന്തുടർന്ന് ജയിക്കുക എന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല. എന്നാലും അസാധ്യവുമായിരുന്നില്ല. പക്ഷേ ഹാർദിക്കിന്റെ ആ തകർപ്പൻ ബാറ്റിംഗ് ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം തകർത്തിരുന്നു. അതിന്റെ അലയൊലികൾ ബാക്കി നിന്നു. റൺസ് പിന്തുടർന്ന് തുടങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് അവരുടെ താളം കണ്ടെത്താനായില്ല, വല്ലാതെ ബുദ്ധിമുട്ടി. പവർപ്ലേ കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ 3 വിക്കറ്റ് പോയി 45 റൺസ് നിൽക്കെ ഹാർദിക് പാണ്ഡ്യ പന്തെറിയാൻ വന്നു. ഒരു തിരക്കഥ പോലെ തോന്നിപ്പിക്കുന്ന നിമിഷം. ഹാർദിക് തന്റെ ആദ്യ പന്തിൽ തന്നെ ഒരു പ്രധാന ബാറ്റ്സ്മാനെ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി മടക്കി അയച്ചു. ഈ വിക്കറ്റ് വെറുമൊരു സാധാരണ പുറത്താക്കലായിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയുടെ വമ്പൻ തകർച്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. 4 വിക്കറ്റ് പോയി 45 റൺസ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക അടിപരി. പിന്നെ അവിടെ നിന്ന് അവരുടെ ഇന്നിംഗ്സ് പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഒടുവിൽ 12.3 ഓവറിൽ വെറും 74 റൺസിന് അവർ ഓൾ ഔട്ടായി. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ കൂടിയായിരുന്നു അത്. ഇന്ത്യയുടെ ബൌളിംഗ് പ്രകടനത്തിന് മാറ്റുകൂട്ടി ജസ്പ്രീത് ബുംറയും ഒരു പ്രധാന റെക്കോർഡ് സ്വന്തമാക്കി. തന്റെ 100ാമത്തെ T20 വിക്കറ്റാണ് ബുംറ നേടിയത്. ഒരുമിച്ച് നിന്ന് ഇന്ത്യ അന്ന് കളിയിൽ കാണിച്ച ആധിപത്യത്തിന് ഇത് ഒരു വലിയ തെളിവ് കൂടിയായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം അയാളുടെ വ്യക്തിപരമായ മിടുക്ക് മാത്രമായിരുന്നില്ല, ഇന്ത്യൻ T20 ടീമിന്റെ തന്ത്രങ്ങൾക്ക് അത് വലിയ പ്രാധാന്യം നൽകി. പൂർണ്ണ ഫിറ്റായി ഫോമിൽ കളിക്കുന്ന ഹാർദിക് ടീമിന്റെ ബാലൻസിന് തന്നെ മാറ്റിമറിക്കുന്നു. ആദ്യ ബോൾ മുതൽ അടിച്ചു കളിക്കാൻ കഴിവുള്ള ഒരു ലോവർ ഓർഡർ പവർ ഹിറ്ററായി അയാളെത്തുന്നത് ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. അയാളുടെ മികച്ച സ്ട്രൈക്ക് റേറ്റ് തന്നെ അതിന് തെളിവാണ്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ കൂട്ടുകെട്ടുകൾ പൊളിക്കാൻ കഴിവുള്ള ഒരു മികച്ച സീം ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ് ഹാർദിക്. ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തി അയാളത് തെളിയിക്കുകയും ചെയ്തു. ഈ വിജയകരമായ തിരിച്ചുവരവ് ഇന്ത്യയുടെ ഫ്ലെക്സിബിലിറ്റിയും ടീം ഡെപ്തും കൂട്ടുന്നു, പ്രത്യേകിച്ചും വരാനിരിക്കുന്ന ICC ടൂർണമെന്റുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ. മറുവശത്ത് സൗത്ത് ആഫ്രിക്കയുടെ റെക്കോർഡ് കുറഞ്ഞ സ്കോർ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കി. ട്രിസ്റ്റൻ സ്റ്റെപ്സിനെപ്പോലുള്ള അറിയപ്പെടുന്ന പവർ ഹിറ്റർമാർ പോലും മിഡിൽ ഓർഡർ തകർന്നടിഞ്ഞപ്പോൾ വിമർശനങ്ങളുടെ നിഴലിലായി. പാണ്ഡ്യയുടെ ഫിനിഷിംഗ് മികവിൽ ഇന്ത്യ കാണിച്ച ആത്മവിശ്വാസവും സൗത്ത് ആഫ്രിക്കയുടെ ദയനീയ തകർച്ചയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇരു ടീമുകളുടെയും നിലനിൽപ്പിനെയും ടീം ഡെപ്തിനെയും കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. 101 റൺസിന്റെ ഈ വിജയം വെറുമൊരു ജയമായിരുന്നില്ല, അതൊരു പ്രസ്താവന തന്നെയായിരുന്നു. ക്രിക്കറ്റ് ലോകത്ത് തന്നെ വലിയ ഓളമുണ്ടാക്കിയ ഒരു ആധികാരിക പ്രകടനം. ഈ വിജയം പരമ്പരയുടെ ബാക്കി മത്സരങ്ങളുടെ ആവേശത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ വരാനിരിക്കുന്ന 2ാം T20യോടുള്ള ആകാംക്ഷയെ ഇത് വല്ലാതെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ കുതിപ്പ് ഇന്ത്യക്ക് നിലനിർത്താൻ കഴിയുമോ എന്നും ഇത്രയും ദയനീയമായ ഒരു തോൽവിക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് ശക്തമായി തിരിച്ചുവരാൻ സാധിക്കുമോ എന്നും ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ് ഇന്ത്യക്ക് ഒരു മാച്ച് വിന്നർ മാത്രമല്ല നൽകിയത്, പുതിയൊരു ആത്മവിശ്വാസവും തന്ത്രപരമായ ഒരുപാട് സാധ്യതകളും കൂടിയാണ് ടീമിന് സമ്മാനിച്ചത്. സമ്മർദ്ദഘട്ടങ്ങളിൽ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും തിളങ്ങാനുള്ള ഹാർദിക്കിന്റെ കഴിവ് അവനെ ടീമിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മുതൽക്കൂട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. കട്ടക്കിലെ ഈ ഗംഭീര മത്സരത്തിന്റെ ആവേശം കെട്ടടങ്ങുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയിരിക്കുന്നു. അവന്റെ സാന്നിധ്യം ഈ പരമ്പരയുടെ തന്നെ കഥ മാറ്റിമറിച്ചു കഴിഞ്ഞു. കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾ വരാനിരിക്കുന്നു എന്ന് ഉറപ്പു നൽകിക്കൊണ്ട്